ഒക്കെ ലൈവാണല്ലോ അല്ലേ? അപ്പോൾ ലൈവ് ആകണം, അതൊരു റിക്വസ്റ്റാണ്. 2 മണിക്കൂറായിട്ട് നമ്മുടെ കേരളത്തിലെ രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾ നടക്കുകയാണ്. പി വി അൻവർ ചോദിച്ചത് വലിയ മന്ത്രി പദവിയാണ്. അദ്ദേഹം ഒരു പഞ്ചായത്ത് മെമ്പറെ ചോദിക്കുകയാണെങ്കിൽ ഞങ്ങൾ കൊടുക്കുമായിരുന്നു എന്ന ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വളരെ കൃത്യമായി പറഞ്ഞതാണ്, ഇവിടെ ഞാൻ ഉയർത്തിയ വിഷയങ്ങളല്ലാതെ UDF എന്ത് വിഷയമാണ് ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ജനതയോട് പറഞ്ഞിട്ടുള്ളത്? ഞാൻ ഉയർത്തിയ പിണറായിസം, അതിലെ പോലീസ്, അതിലെ ഈ പറയുന്ന മലയോര മേഖലയിലെ വന്യജീവി പ്രശ്നങ്ങൾ. മലയോരം എന്ന വാക്ക് ഇപ്പോൾ മലയോരത്തിന് വേണ്ടി കരയുന്നവർ ആരാണ് ഇതിനു മുമ്പ് ഉച്ചരിച്ചിരുന്നത്? ഞാൻ എന്താ പറഞ്ഞത്? ഞാനൊരു പിണറായിയെ താഴെ ഇറക്കാനുള്ള പോരാട്ടം തുടങ്ങിയതാ. എന്തിനാ പിണറായിയെ താഴെ ഇറക്കുന്നത്? പിണറായിസത്തിൻ്റെ ഭാഗമായിട്ട് കേരളത്തിലെ പ്രത്യേകിച്ച് സാധാരണക്കാരായ ജനങ്ങൾക്ക് ഒരു നിലക്കും നീതി ലഭിക്കുന്നില്ല, മാത്രമല്ല നീതി നിഷേധം. ഒരു ജില്ലയെ മൊത്തം ക്രിമിനൽ വൽക്കരിക്കുന്നു. ഈ നാട്ടിൽ കോടാനക്കോടി ഉറുപ്പിക കിഫ്ബിയിൽ നിന്ന് ചെലവഴിച്ചപ്പോൾ മലയോര മേഖലയിലെ ജനങ്ങൾക്ക് വേണ്ടി 10 രൂപ ചെലവാക്കാൻ കഴിഞ്ഞില്ല. 6000 കോടി മുടക്കി തുരങ്കപാത ഉണ്ടാക്കുമ്പോൾ ഒരു 2500-3000 കോടി ഉണ്ടെങ്കിൽ ഈ മലയോര മേഖലയിൽ മുഴുവൻ 1 കിലോമീറ്ററിന് 3 കോടി ചെലവഴിച്ച് ഈ വന്യമൃഗ ശല്യത്തിൽ നിന്ന് ഈ ജനങ്ങളെ രക്ഷിക്കാം. ഇതിനു വേണ്ടി തുടങ്ങിയ പോരാട്ടം, ആ പോരാട്ടത്തിൽ തന്നെയാണ് ഞാൻ. എന്നെ വിശ്വസിച്ച് എന്നെ വിജയിപ്പിച്ച് അയച്ച ജനങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടം, ഒരു നാടിന് വേണ്ടിയിട്ടുള്ള പോരാട്ടം. ഇപ്പോൾ കേരളത്തിലെ മലപ്പുറത്തെ മുഴുവനും ക്രിമിനലുകളാണെന്ന് മുഖ്യമന്ത്രി ഹിന്ദു പത്രത്തിന് കൊടുത്ത വിഷയം ആരാണ് ഇവിടെ ഉന്നയിച്ചത്? UDF ഇവിടെ ഉന്നയിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ വിഷയങ്ങളും പി വി അൻവർ അവൻ്റെ ജീവൻ പണയം വെച്ച് ഇവിടെ പോരാട്ടം നടത്തിയ വിഷയമാണ്. അതിലൊരു സെറ്റിൽമെൻറ്റിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള അങ്ങേയറ്റത്തെ പരിശ്രമം നടത്തി. ഞാൻ രാവിലെ ഒന്ന് പറയും, ഉച്ചക്കൊന്ന് പറയും, വൈകുന്നേരം ഒന്ന് പറയും. ഇതാണല്ലോ ഇപ്പോൾ നരേഷൻ. ഞാൻ പറയുന്നതിൻ്റെ ഒക്കെ കാതൽ എന്താണ്? ഈ ജനങ്ങൾക്ക് ഇവിടെ രക്ഷ കിട്ടണം, ഈ പിണറായിസം ഇവിടെ അവസാനിക്കണം, അതിന് ഉതകുന്ന രീതിയിൽ മുന്നോട്ട് പോകണം. അപ്പോൾ ഒരു വലിയ പിണറായിയെ മാറ്റുമ്പോൾ ഒരു മുക്കാ പിണറായിയെ സ്ഥാപിക്കാൻ ഞാൻ തയ്യാറല്ല. ഇവിടുത്തെ UDFൻ്റെ സ്റ്റേറ്റ് ചെയർമാൻ മുക്കാ പിണറായിയാണ്. അത് കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടല്ലോ, UDFൻ്റെ നേതാക്കന്മാർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടല്ലോ. ഈ വിഷയത്തിൽ എന്നെയും കൂടി കൂട്ടിപ്പിടിച്ച് പോകണമെന്ന് പറയുന്ന സാമുദായിക നേതാക്കന്മാർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടല്ലോ. അദ്ദേഹം എന്താ പിണറായിസം? ധിക്കാരം, അഹങ്കാരം, ഒരാൾ പറഞ്ഞതും അനുസരിക്കില്ല, ഒരാളെ വാക്കും കേൾക്കില്ല, ഒരു ജനാധിപത്യവും ഇല്ല. ആ സ്ഥിതിയിൽ UDFനെ കൊണ്ടുപോയി നാളെ UDF അധികാരത്തിൽ വന്നിട്ട് ഇവരാണിത് കൈകാര്യം ചെയ്യുന്നതെങ്കിൽ ഈ അജിത് കുമാറും ഈ സുജിത് ദാസും ഒക്കെ തന്നെയാണ് ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്നതെങ്കിൽ എന്തിനാണ് ഈ പോരാട്ടം? എന്തിനു വേണ്ടിയാണ് ഈ പോരാട്ടം? ഈ മലയോര കർഷകരോട് ഇതാണ് നിലപാടെങ്കിൽ എന്തിന് ഞാൻ ഈ നടത്തുന്ന ഈ പോരാട്ടം? എന്തർത്ഥം? അവിടെയാണ് പ്രശ്നം. ഇവിടെ മലയോരം എന്ന വാക്ക് എങ്ങനെയാണ് VD സതീശൻ ജാഥ നടത്തിയത്? ഞാനും സംബന്ധിച്ചതാണല്ലോ. കേരളത്തിലെ ജനങ്ങൾ, ഞങ്ങൾ നടത്തിയ ചെറിയ പാർട്ടി 10 ആൾ നടത്തിയ ഈ പറയുന്ന അമെൻമെൻറ്റ് ബില്ലിനെതിരെ, ഫോറസ്റ്റ് അമെൻമെൻറ്റിനെതിരെ ആ സമരം കേരളത്തിൽ കത്തിക്കാളി. ഞാൻ ജയിലിലടക്കപ്പെട്ടു. അപ്പോൾ പിന്നെ UDF ഒരു സമരം നടത്തി അല്ലേ? അതല്ല നടത്തിയത്. അന്ന് ഞങ്ങൾ പറയുന്നു, ഈ കടലോര മേഖലയിലെ മത്സ്യത്തൊഴിലാളികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാൻ ഞങ്ങൾ ജാഥ നടത്താൻ പോവുകയാണ്. അന്ന് അദ്ദേഹം അത് പ്രഖ്യാപിച്ചു. നടത്തിയോ? അപ്പോൾ എവിടെയാണ് വിഷയം? ഞാൻ ഉയർത്തിയ വിഷയത്തിൻ്റെ പിന്നാലെ വന്ന് പ്രതിപക്ഷ നേതാവ് ഒരു 2 വാക്ക് പറഞ്ഞു പോകുന്നതിലപ്പുറം എവിടെയാണ് ആത്മാർത്ഥത? അവിടെയാണ് എൻ്റെ പ്രശ്നം. ഈ അജിത് കുമാറും സുജിത് ദാസും 1,72,000 ചെറുപ്പക്കാർക്ക് പാസ്പോർട്ട് ഇല്ലാതെ ആക്കി ഈ ജില്ലയിൽ ആരെങ്കിലും പറഞ്ഞോ ഇതിൻ്റെ മുമ്പ്? അപ്പോൾ ഒരു സെറ്റിൽമെൻറ്റിന് പോകുന്നു. അപ്പോൾ അദ്ദേഹത്തെ മുഖ്യമന്ത്രിയാക്കുന്ന സ്ഥാനത്തേക്കാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ ഞാൻ ഉയർത്തിയ 2 വിഷയം ഈ നാട്ടിലെ ജനങ്ങളെ വിഷയമാണ്. ഒന്ന് പോലീസും, ഒന്ന് ഫോറസ്റ്റും. ആ പറയുമ്പോൾ എന്തായാലും കുഴപ്പം? എനിക്കൊന്നുമില്ലെങ്കിൽ ഫോറസ്റ്റ് മന്ത്രിയെ തരണം, അല്ലെങ്കിൽ ഈ പറയുന്ന ആഭ്യന്തരം നൽകണം. അത് ഞാൻ ഒറ്റയ്ക്ക് പറഞ്ഞതല്ല. ഈ ചർച്ചയുടെ ഫലമായി ഇന്നലെ രാത്രിയും ഇന്ന് രാവിലെയും ഇവിടെ ഇതിനെ മാനിക്കുന്ന, ഈ വിഷയത്തെ വളരെ സീരിയസ് ആയി കാണുന്ന സാമുദായിക നേതാക്കന്മാരുണ്ട്. അവരാ പറഞ്ഞത്. നിങ്ങളിങ്ങനെ പറഞ്ഞോ? ഇതെൻ്റെ വാക്കല്ല. അപ്പോൾ ഇത് വലിയ ട്രോള്.
ഞാനിത് പറഞ്ഞുകൊണ്ടേയിരിക്കും. മലയോരം എന്ന വാക്കുച്ചരിക്കാൻ നിലപാടെടുത്തവർ ഈ പറയുന്ന ചർച്ച ഈ നാട്ടിലുണ്ടാക്കി വന്നത്, ഈ കർഷകരുടെ പ്രശ്നങ്ങൾ വന്നത് TV അൻവർ ഇടപെട്ടതിന് ശേഷം. അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്, അദ്ദേഹത്തെ നിങ്ങൾ മാറ്റി നിർത്തുകയാണെങ്കിൽ എനിക്കൊന്നും വേണ്ട ആ ചെയർമാൻഷിപ്പിൽ നിന്ന്. ഇപ്പം മാറ്റാനല്ല പറഞ്ഞ്, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് അടുത്ത തെരഞ്ഞെടുപ്പിന് മുമ്പ് മാറ്റിയാൽ മതി, ഒരു ധൃതിയില്ല. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഇനി ഇവിടെ UDF മുന്നോട്ട് പോകാൻ കഴിയില്ല. ഇതാണ് ഞാൻ പറഞ്ഞത്. അതിനെന്താ തെറ്റ്? അത് ജനങ്ങൾ മനസ്സിലാക്കും, നിലമ്പൂരിലെ ജനങ്ങൾ മനസ്സിലാക്കും. ഇവിടെ 2 പിണറായിമാർ മത്സരിക്കുന്നു. ഒരു പിണറായിസം ഇവിടെ ഈ നാട് മുഴുവൻ പ്രഭാഷണം നടത്തുന്ന LDF സ്ഥാനാർത്ഥി, പിണറായിക്ക് മറഞ്ഞു നിന്നുകൊണ്ട് പിന്തുണ നൽകുന്ന UDF സ്ഥാനാർത്ഥി. അദ്ദേഹത്തിനോട് ജയിക്കാൻ കഴിയില്ല. ആവർത്തിച്ച് പറയുന്നു. പിന്നെ ഇവിടെ സ്വരാജിനെ ജയിപ്പിച്ച് വിടണോ? പിണറായിസത്തിന് പിന്തുണ കൊടുക്കണോ? ഈ നാട്ടിലെ ജനങ്ങൾ ആലോചിക്കൂലേ? ഇത് ജനങ്ങൾ എന്നോട് പറയാം. നിങ്ങൾ പറഞ്ഞല്ലോ ഇപ്പോഴും നിങ്ങളെ പ്രവർത്തന മണ്ഡലത്തിൽ പ്രചരണത്തിൽ എന്താ കാണാത്തത്? ഞാൻ ഈ തീരുമാനമെടുത്തിട്ട് ഈ നാട്ടിലെ സാധാരണക്കാരായും ഇടത്തരക്കാരുമായ സാമൂഹിക പ്രവർത്തകർ, രാഷ്ട്രീയ പ്രവർത്തകർ, ഇവിടുത്തെ വലിയ എന്താ പറയുക പെയിൻ ആൻഡ് പാലിയേറ്റീവ് പ്രവർത്തനം നടക്കുന്ന ഇത്തരമേ ആളുകളെ, കർഷക സംഘടനകൾ, ഇവിടുത്തെ വ്യാപാരികൾ, ഇവിടുത്തെ വഴിയോര കച്ചവടക്കാർ, ഇവിടുത്തെ ഓട്ടോറിക്ഷ തൊഴിലാളികൾ, ഇവരോട് ഞാൻ ചോദിക്കുകയാണ് എന്താ ചെയ്യേണ്ടത് ഈ 2-3 ദിവസമായിട്ട്. അതാണ് നിങ്ങൾ എന്നെ തിരഞ്ഞിട്ട് കാണാത്തത്. അവരൊക്കെ പറഞ്ഞത് ഇതാണ്, പ്രശ്നത്തിന് പരിഹാരം ഉണ്ടെങ്കിൽ അന്നൂറാക്കാൻ നിങ്ങളുണ്ടാവണം. അവരൊക്കെ പോകും. ഇവിടെ വലിയ വലിയ മന്ത്രിമാരുണ്ട്, വലിയ വലിയ കാറുകൾ വരുന്നുണ്ട്, നേതാക്കന്മാരൊക്കെ വലിയ കാറിൽ യാത്ര ചെയ്യുന്നുണ്ട്. അവരൊക്കെ തിരിച്ചു പോകും. ഇവിടെ കട്ടൻ ചായ കുടിച്ച് അങ്ങാടിയിലിരിക്കാൻ നിങ്ങളെ ഉണ്ടാവുള്ളൂ അൻവറാക്ക. അതുകൊണ്ട് നിങ്ങളെ കൈവിടരുത്, നിങ്ങൾ മുന്നോട്ട് പോകണം. നമ്മളെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾ തീരുമാനം എടുത്തോ, ഞങ്ങളെ കൈവിടരുതെന്ന് ഈ പാവങ്ങൾ പറയുമ്പോൾ ഞാനിഞ്ഞ് പഞ്ചായത്ത് മെമ്പർ സ്ഥാനം അവർ തരാമെന്ന് പറഞ്ഞാൽ അതിന് നിൽക്കണോ? ഈ കമ്മ്യൂണിറ്റിയെ എനിക്ക് അഡ്രസ്സ് ചെയ്യണ്ടേ? ഇവർക്ക് വേണ്ടി ആര് സംസാരിക്കും കേരളത്തിലെ നിയമസഭയിൽ? ആരാ സംസാരിച്ചിട്ടുള്ളത് ആത്മാർത്ഥമായി? ആളെ പൊട്ടിക്കുന്ന സംസാരമല്ലാതെ. അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ പറഞ്ഞത്. അതിലൊരു തർക്കവുമില്ല, അതിൽ തന്നെ ഉറച്ചു നിൽക്കുക.